ഒരു ബോൾ 9. എടാ നീ പെതുക്കെ ഇങ്ങനെ പയ്യെ ഇട്ട് കൊടുത്താൽ മതിയടാ കുട്ടി. കഴിഞ്ഞ വേൾഡ് കപ്പ് തോറ്റ്. ഞാൻ പായസം നേർന്നു അവന്റെ തോറ്റു. അത് കാണുന്നില്ല. കരയുന്നു കണ്ടോടാ. കഷ്ടോടാ. അവനെല്ലാരും കൂടെ വേൾഡ് കപ്പ് ഞങ്ങള് കളിക്ക് മൂവി കണ്ടിട്ട് വരുന്ന വഴിയാ. അതിനുശേഷം പിന്നെ കുറച്ച് വേൾഡ് കപ്പും കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ഇന്ത്യ ജയിച്ചില്ലെങ്കിൽ നാണക്കേടാ. നാണക്കേടെന്ന് പറഞ്ഞ നാണക്കേടാ. അത്രയും പ്രതീക്ഷ വന്നിട്ട് ആ അക്സർ ആ ഓവർ. ഇനിയിപ്പം 13 ബോൾ 21 റണ്ണ്. 13 ബോൾ 21 റണ്ണ്. അയ്യോ അടിപൊളി. 13 ബോൾ 21. ഇനി 12 ബോൾ 20. അയ്യോ എങ്ങനെയാണ് കളിയാ. അടിപൊളി. അതെ ജയിക്കണം. കഴിഞ്ഞ വേൾഡ് കപ്പ് തോറ്റ്. ഞാൻ പായസം നേർന്നു അവന്റെ തോറ്റു. ഇന്ത്യ ജയിക്കുവോ? ഇന്ത്യ ജയിക്കുവോ? കഴിവുള്ള വ്യക്തിയോ ബോളർ ഇന്ത്യ ജയിക്കൂ. അയ്യോ അല്ലാതെ നമ്മുടെ അവന്റെ പേര് അക്ഷർ പട്ടേലോ അച്ഛനൊക്കെ 26 റണ്ണൊക്കെ കൊടുത്ത് ഇപ്പൊ അങ്ങോട്ട് ഉള്ളേ കൊണ്ട് അറിയിപ്പിക്കണം. അല്ലടാ നമ്മൾ അപ്പഴേ പറഞ്ഞു ഇവനെ കൊണ്ട് അറിയിപ്പിച്ച് അടി ഉറപ്പാ പോകും. 100 വട്ടം പറഞ്ഞു. 100 വട്ടം പറഞ്ഞേ. കാരണം ഈ സമയത്ത് 100 വട്ടം പറഞ്ഞു. എന്റെ റോഹിത് 157 ബോള് 157 ബോള് 157 റണ്ണ് 6 വിക്കറ്റ്. മഹാരാജയാണല്ലോ ബാറ്റിംഗ്. ഇഷ്റാഖ് അയാള് ഗ്യാപ്പ് നോക്കി വീശുന്ന ഒരുത്തന. ഗ്യാപ്പ് നോക്കി 11 ബോൾ 20 അല്ലേ? എങ്ങനെ പോയാലും ആ ഓവർ അടി പോയില്ലായിരുന്നെങ്കിൽ ഉറപ്പായിരുന്നു കൺഫേം ആയിട്ട് ഇന്ത്യ ജയിച്ചു പോയത്. ഹാർദിക്ക് ടേണിംഗ് പോയിന്റ് കൊണ്ടുവന്നു ഇതുവരെ. ഇപ്പൊ നമുക്കിവിടെ കളി ഇതിനകത്ത് വെച്ചാൽ ചിലപ്പോൾ പണി കിട്ടും. അല്ല ഹാർദിക്കാണ് ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞതാ. ക്രിക്കറ്റ് ഒരു ക്രിക്കറ്റ് പ്രേമി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്രിക്കറ്റ് കളിക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര കോൺഫിഡൻസ് ആണ് കളിക്കുന്ന കാര്യത്തിൽ. ഓവർ കോൺഫിഡൻസ് ആണെങ്കിൽ പറയാം. 11 ബോൾ 20. ഓ ഡോട്ട് ബോൾ 10 ബോൾ 20. 10 ബോൾ 20 അമ്മേ. 10 ബോൾ 20. 10 ബോൾ 20. എന്തോ നേർച്ച അമ്പലത്തിലേക്ക് ഞാൻ പായസം നേർന്നു. ഈരാമ്മയ്ക്ക് പായസം നേർന്നിരിക്കുക. ഇന്ത്യ ജയിക്കണം. കഴിഞ്ഞ വേൾഡ് കപ്പ് നമുക്ക് കിട്ടിയില്ല. ഈ കഴിഞ്ഞ പായസം നേർന്ന കിട്ടിയില്ല. മിഠായി കിട്ടണം. നേർന്നിരിക്കുക കിട്ടട്ടെ. 10 ബോളെ 10 ടൈമിങ് 10 ബോൾ 20 റണ്ണ്. എനിക്ക് കളിയുടെ ABCD അറിയത്തില്ല. പക്ഷെ അവിടെ ഇന്ത്യ ജയിക്കണം. ദൈവമേ മില്ലർ ഉണ്ടമ്മേ. ഓ എടാ ഗ്യാപ്പാടാ. 9 ബോളെ 19. 9 ബോളെ 19. മില്ലർ പോണം അമ്മേ. മില്ലർ പോണം. പ്രാർത്ഥിക്ക്. ആരെങ്കിലും അടിച്ചുമ്പോ ടെൻഷൻ അടിപ്പിക്കാറാ. എങ്ങനെയാണെന്ന് കളിയാ. മില്ലർ പോകുമോ? മില്ലർ കുഴപ്പമില്ല. എന്തോ ആയിരുന്നു ഇന്ത്യ ജയിക്കണം. 19 ബോളെ 9 റൺ. 9 ബോളെ 19 റണ്ണ്. ചുമ്മാ ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടി. എന്റെ പിള്ളേരെ നിങ്ങളൊന്ന് കേറി വാ മക്കളെ. എനിക്ക് വയ്യ. എനിക്ക് ABCD അറിയത്തില്ല കളിയുടെ. സത്യമായിട്ട് എനിക്ക് അമ്മ ഇത് ഇങ്ങനെ നിക്കുന്നോണ്ട് ടെൻഷനാ ബാക്കിയുള്ളവർക്കും. മില്ലർ ഞാനാ വായിച്ചു നോക്കത്തതേ. വായിച്ചു നോക്കിയാ അമ്മ ഈ പറയുന്നത്. അല്ലാതെ ഇങ്ങനെ അടിച്ചൊന്നും അറിയത്തില്ല. ഭയങ്കര ടെൻഷനാ. ജയിക്കണം. പക്ഷെ അവർക്ക് ഇതുവരെ കപ്പ് കിട്ടിയിട്ടില്ല. അത് വേറെ സൗത്ത് ആഫ്രിക്ക കിട്ടണ്ട. ഇന്ത്യ ജയിക്കട്ടെ. അല്ല ഞാൻ പറഞ്ഞത് അവർക്ക് കിട്ടണ്ട. അല്ല എന്താ പറയണ്ടേ. ഈ സൗത്ത് ആഫ്രിക്കയും പിന്നെ വേറെ ടീമായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് സൗത്ത് ആഫ്രിക്കയെ സപ്പോർട്ട് ചെയ്തായിരുന്നു. ഇന്ത്യ തോറ്റാലും സൗത്ത് ആഫ്രിക്ക കപ്പ് കിട്ടണ്ട. എന്തോ അമ്മേ. 9 ബോളെ ദൈവമേ 2 ഓവർ 8 ബോളെ 17. 8 ബോളെ 17. എന്റെ പൊന്നോ ടെൻഷൻ അടിപ്പിച്ചിട്ട് വയ്യ. അടിപൊളി ക്യാപ്റ്റൻസി കൊള്ളാം. ഇപ്പൊ കൊള്ളാം. പക്ഷെ ആ സമയം ഒറ്റ എടുത്ത് കളിച്ചു പറ്റുള്ള
അക്സർ പട്ടേലിനെ കൊണ്ട് അറിയിച്ചു. ഞാൻ ആ സമയത്ത് പറയുമല്ലോ ഹർത്തിക്കോ ഡൂബയോ വല്ലോ ആയിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ ബെറ്റർ ആയെന്ന് ആ സമയത്ത് ഇരുന്ന് പറയുകയും ചെയ്തത്. നോക്കും 24 റൺ. അതല്ലേ നേരത്തെ ഇതെടുത്ത് കാണിച്ചോണ്ടിരിക്കുക. അമ്മയ്ക്കാണെങ്കിൽ കൊക്കിന്റെ ചിരി കേട്ടോ മോനെ. എനിക്ക് അമ്മയ്ക്ക് ക്രിക്കറ്റ് ABCD പിന്നെ നമ്മുടെ രാജ്യം ജയിക്കുക, ഇന്ത്യ ജയിക്കുക, അത്രയേ ഉള്ളൂ. ക്രിക്കറ്റിന്റെ ABCD എനിക്ക് അറിയത്തില്ല പിള്ളേരെ. വേണ്ട 8 ബോളെ ഈശ്വര. ഓ ദൈവമേ, ഓ എന്റെ അമ്മ എന്റെ ജീവിതത്തിൽ ആദ്യം ഇതുപോലെ ടൈറ്റാണ് നിന്റെ ഡാഡി. നീ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ. കരയുന്ന ഒരു പെണ്ണിരുന്ന് 7 ബോളെ 16, 7 ബോളെ 16, 7 ബോളെ 16. അവന്മാര് ജയിക്കും. രോഹിത് ശർമ്മയ്ക്ക് അടുത്ത T20 വേൾഡ് കപ്പ് ട്രോഫി. 7 ബോളെ 16. അല്ല അടുത്ത ഓവർ ആരെറിയും? അയ്യോ അടുത്ത ഓവർ ആരെറിയും? മില്ലർ അടുത്ത ഓവർ ഹാർദിക് അറിഞ്ഞ പണിയാവോ? ഇല്ല മില്ലർ ഔട്ടായിട്ടില്ല. ഈ ബോളെ മഹാരാജ അല്ല ഗ്യാപ്പ് അല്ല യോർക്കർ തന്നെ അറിയണം. ശരിയാകത്തില്ല. യോർക്കർ തന്നെ അറിയാം. അത് ബോളിംഗ് ഔട്ടല്ല ഡോട്ട് ബോൾ. അപ്പൊ 6 ബോളെ 16 റണ്ണ്. ടെൻഷൻ അടിച്ചിട്ട് വയ്യ. ഇപ്പൊ എറിയാൻ വരുന്ന ഹാർദിക ഇത് ഞാനൊരു കാര്യം പറയട്ടെ. ഈ ഒരു സംഭവം ഇവരെ എറിഞ്ഞ് പിടിച്ചാൽ ഒരുത്തനും ഇവരെ ട്രോളാൻ വരത്തില്ല. ഒരുത്തനും ഇനി ഹാർദിക്കിനെ ട്രോളാൻ വരത്തില്ല. സീരിയസ് ആയിട്ട് പറഞ്ഞില്ല. മുംബൈക്ക് അറിയാലോ, രോഹിത്തിനെ ക്യാപ്റ്റൻസി മാറ്റിയ വിഷയങ്ങൾ, A-to-Z കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ. ആ ഒരു കാര്യം പറഞ്ഞ് ഇനി ഇവനെ ആരെങ്കിലും ട്രോളാൻ വന്ന അയ്യോ സീരിയസ് ആയിട്ട് പറഞ്ഞാൽ ഹാർദിക്കിനെ ഉറപ്പമ്മേ ഹാർദിക് ഈ കളി ജയിച്ച ഹാർദിക്കിന്റെ ലെവൽ അല്ലേ? സീരിയസ് അല്ലേ? പിന്നെ നാട്ടുകാരോട് പോകാൻ പറ കളിയാവരുത്. പിന്നെ ഇല്ലാത്ത ഉണ്ടാക്കി പറയുന്ന ടീമുകൾ. അപ്പം പിന്നെ പറഞ്ഞോട്ടെ നമുക്കെന്താ. 10 ദിവസമോ പോടാ, അവനിനി ആരും ട്രോളത്തില്ല, അതെനിക്ക് ഉറപ്പാ. അപ്പം 6 ബോളെ 16. ഓ എന്റെ അമ്മ 6 ഓ പതിക്കൊന്നുമില്ല. അത് കാണുന്നില്ല. ആൾക്കാരെന്തെങ്കിലും പറയട്ടെ, ബോളൊന്ന് ചുമ്മാ ആട്ടുകാരുടെ കാര്യം ഒന്നും ഇവിടെ അറിയണ്ട. അമ്മ നോക്ക് അമ്മ നോക്ക്. ആൾക്കാർ ഓടട്ടെ ചുമ്മാ. അമ്മ നമ്മുടെ കാര്യം നോക്ക്. ആദ്യം അത് കാണട്ടെ. എന്റെ പൊന്നെ അമ്മ അത് നോക്കണം. സിക്സ് ഇവർ ഔട്ടാവില്ലേ? ഔട്ടാവണേ ചെക്ക് ചെയ്യണം. അതാ എന്നെക്കാളും ടെൻഷൻ. ഓ ഇതൊക്കെ പഠിക്കുന്ന എടുത്തോണ്ടിരുന്നു. അമ്മ നോക്ക് അമ്മ നോക്കത് നോക്ക്. കണ്ടോ മുട്ടിയോ? ഓ വിഷയം. ഈ സൂര്യകുമാർ യാദവിനെ കാണുമ്പോ സായി കൃഷ്ണ ഓർമ്മ വരുന്നത്. അത് കണ്ടോ ഉയര് എന്റെ ദൈവമേ, എങ്ങനെ പോയ കളിയാ. ടെൻഷൻ അടിച്ചിട്ട് പോയി. ഈശ്വര ഔട്ടാണ് ഒരു ഇതും അല്ലേ? എന്റെ അമ്മേ ഇല്ല ടച്ച് ഒന്നുമില്ല. ചുമ്മാ ആവശ്യമില്ലാത്തതെല്ലാം പറഞ്ഞുണ്ടല്ലോ. എടുത്തിട്ടിരിക്കും ഞാൻ. വീട്ടിൽ വന്ന് അതിഥിയാണോ നോക്കത്തില്ല. അയ്യോ അമ്മ ഔട്ട് അമ്മ ഔട്ട് അമ്മ അമ്മേ എങ്ങനെ പോയ കളിയാ? അമ്മ ഇല്ല 5 ബോളെ 16 റൺ. പിടിക്കണം. സത്യം അല്ല അക്ഷര നല്ലോണം ബാറ്റ് ചെയ്ത് ബോളിങ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു ഓവറിന്റെ ഒരു മിസ്റ്റേക്ക്. പിന്നെ ഹാർദിക വന്നപ്പോഴല്ലേ ടേണിംഗ് പോയിന്റ് വന്നേ. അത് വീണ്ടും ഔട്ടല്ലേ? നേരത്തെ എടുത്ത് കാണിക്കുവോ? എന്റെ ദൈവം, അവര് 6 എന്ന് പറഞ്ഞതാന്ന് തോന്നുന്നു. എടാ അവനിനി കളിക്കാനില്ലല്ലോ.
ഇല്ല അവൻ ചുമ്മാ കളിക്കണം. ഇല്ല 15 പേരുടെ കൂട്ടത്തെ ആളവിടെ ഉണ്ട്. അടിപൊളി. അമ്മേ പറ പറ പിന്നെ പറ, എങ്ങനെയുണ്ട് കളി കണ്ടിട്ട്? ഇപ്പൊ ഇൻട്രസ്റ്റ് അല്ലേ? ഇൻട്രസ്റ്റ്. എന്റെ അമ്മ അടിപൊളി കളി. വിഷയം ഇത് തന്നെ. 5 ബോൾ 16. റബാഡേ അയ്യോ 4. മഴ പെയ്യുന്നുണ്ടോ? 4 ബോൾ 12. മഴയോ? മഴ പെയ്ത പണിയാ. മഴ പെയ്ത പണിയാ. കളി മാറ്റിയല്ല അമ്മ. എങ്ങനെയല്ല പറഞ്ഞത്? ഇന്ത്യയിൽ ഇത് നോക്കണം. എടാ ക്യാച്ച് ആയിരുന്നു ചുമ്മാ. അമ്മ എന്റെ പൊന്നു ഇത്രയും ടെൻഷൻ എന്റെ ജീവിതത്തില അടുപ്പിച്ചിട്ടില്ല. ടെൻഷൻ അടുപ്പിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. ഇല്ല പെട്ടെന്ന് എറിയണ്ട ആർത്തിക്കേ. മഴയാണെങ്കിൽ ചുമ്മാ അലമ്പാതെ. അമ്മ കയ്യിൽ ഉരിഞ്ഞു പോയി പിടിച്ച്. പറ എന്തെങ്കിലും പറ. എന്തോ വേണ്ട, ഞാനിതിപ്പോ കവര് കണ്ടോണ്ടിരിക്കാൻ കിടന്ന് അണ്ണാക്ക് വെക്കുന്നത്. ഓക്കെ 4 ബോൾ 12. ഓ 4 ബോൾ എന്റെ പൊന്നെ പെതുക്കെ. ഓ 3 ബോൾ 11. 3 ബോൾ 11. അമ്മേ 3 ബോൾ 11. 3 ബോളെ 11 റൺ എടുത്താൽ അവര് കളി ജയിക്കും. 3 ബോളെ 10 റൺ എടുത്താൽ നമ്മള് കളിക്കും. അയ്യോ എന്റെ പൊന്നോ അടിപൊളി. നമ്മുടെ മക്രം ഉണ്ടല്ലോ ക്യാപ്റ്റൻ. ഇവന്റെ ഒരു മക്രം. അവൻ ക്യാപ്റ്റൻ ആയിട്ടുള്ള വേൾഡ് കപ്പിൽ ഒന്നും അവൻ തോൽവി അറിഞ്ഞിട്ടില്ല. അണ്ടർ 19 ആണെങ്കിൽ പോലും അവൻ ഇതുവരെ തോൽവി അറിയാത്ത ഒരു ക്യാപ്റ്റനാണ്. ഇനി എന്തുവാന്ന് കണ്ടറിയാൻ പറ്റും. 3 ബോൾ 11 റൺ. ഓൾറൗണ്ടർ ക്യാപ്റ്റനാ. അല്ല എന്തോ അല്ല ബോളിങ് ചെയ്യും. എന്റെ പൊന്നെ ആദ്യം പണ്ടേ എന്റെ പൊന്നെ 3 ബോൾ 11. എനിക്ക് ടെൻഷനാണ്. ഈ ബോളെ വല്ലതും പോകാൻ ചാൻസ് ഉണ്ട്. 4 പോകാൻ ചാൻസ് ഉണ്ട്. ഓ 2 ബോൾ 10. 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 ഇനി ഒരു 6 ഒരു 4 അടിച്ചാൽ മാത്രമേ കളി ജയിക്കത്തുള്ളൂ. അത്രേ ഉള്ളൂ. കയ്യിലുറിഞ്ഞു പോയി. തൊഴുന്നടാ അത് കണ്ടോടാ. കഴിഞ്ഞ വേൾഡ് കപ്പില് എന്തായിരുന്നു നമ്മൾ കടുംപായസം നടന്നില്ലല്ലോ. 10 ബോള് 2 തേണ്ടേ. ഈശ്വര ഈ ബോളാ. എടാ വൈഡ് എറിഞ്ഞടാ. അത് അവൻ എറിഞ്ഞല്ല. അല്ലല്ല കൈയടി കഴിച്ച്. 2 ബോൾ 9. കൈയടിക്ക് പ്രോത്സാഹിപ്പിച്ചുകൂട്. എടാ ഇത് ഹോട്ട്സ്റ്റാർ ആയണ്ട. ഇപ്പൊ കളി ജയിച്ചു ഇല്ലെന്ന് ഞാൻ പറയാൻ പറ്റത്തില്ല. പറഞ്ഞോട്ട് ശരിയാ. ഇന്ത്യ ജയിച്ചു കാണുമോ ഇനി? വേണ്ട നമുക്ക് ഇനി ആരോടും ചോദിക്കാനോ നിൽക്കണ്ട. വെറുതെ ടിസ്റ്റ് കളയണ്ട. ചാൻസ് ഉണ്ടായിരുന്നു. ഗൈസ് എന്തോ കയ്യിൽ ഉരിഞ്ഞു പോവാണല്ലോ. കയ്യിലൊന്നും കൊടുത്താണ്. അയ്യോ അതുകൊണ്ട് 6. പഠിച്ചിരുന്നെങ്കിൽ നല്ല നില ആയിക്കോട്ടെ. അമ്മ എന്തോ അമ്മ കളി ഉണ്ടായിരുന്നു. ബാക്കിയുള്ള നിങ്ങൾ അടുക്കളയിൽ ജോലി ചെയ്തോണ്ടിരുന്നു. എത്ര വർഷത്തെ കാത്തിരിപ്പാണോ അറിയോ കപ്പ്? എത്ര വർഷം? ഇനി ഒരു ബോളെ ഓപ്പറോട് ജയിക്കും. ഈ കളി തോക്കുവാണെങ്കിൽ ഞാൻ മുട്ട അടിക്കും. എന്തോതാ ഞാൻ ഇത്രയോ എന്റെ അമ്മ. ഒരു ബോൾ 9. എടാ നീ
പെതുക്കെ ഇങ്ങനെ പയ്യെ ഇട്ട് കൊടുത്താൽ മതിയടാ കുട്ടിയിലോട്ട്, അല്ലേ? അയ്യോ, പറഞ്ഞു നീ wide എറിയരുത്, നീ വൈഡ് എറിയരുത്, നീ നോ ബോൾ എറിയരുത്, ഒന്നും എറിയരുത്. ഇങ്ങനെയൊക്കെ ടിസ്റ്റ് വേണം. ആ. അല്ലേ? ഒരു wide എറിഞ്ഞു നീ കൊടുക്കണം. വൈഡ് എറിയരുത്, നോ ബോൾ എറിയരുത്. ഇങ്ങനെയൊക്കെ ടിസ്റ്റ് വേണം. ഒരു wide എറിഞ്ഞു കൊടുക്കണം, പിന്നെ ഒരു no ball എറിഞ്ഞു കൊടുക്കണം. എടാ ഞാൻ ടെന്നീസിന്റെ കളി കണ്ട, ഓരോ ബോളെ 15 റണ്ണ് വേണം. ഒരുത്തന 8 വൈഡ്, 8 വൈഡ് ഇട്ട് 7 റണ്ണാക്കി. പിന്നെ ഒരു 4 വിട്ട് വൈഡ്. ഓം അടിച്ച് കപ്പ് കിട്ടി, ഇന്ത്യക്ക് കപ്പ് കിട്ടി. അവിടുത്തെ കപ്പ് നോക്ക്, കോപ്പ് കണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, അമ്പലമ്മ പ്രവചനം തുടങ്ങി. അമ്പലമ്മ പ്രവചനം തുടങ്ങി. ഇനി 10 ദിവസത്തേക്ക് ഹാർദിക് പാണ്ഡ്യ. 10 ദിവസത്തേക്ക് എന്റെ പൊന്നു ഇതാ കളി, എന്റെ ഞാൻ തോറ്റെന്ന് പറഞ്ഞ കളി. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പ്രവചിക്കാൻ തുടങ്ങിയിരിക്കും. ഈ തവണ കളിച്ച കളി മൊത്തം അമ്പലമ്മ പറഞ്ഞത് പോലെ. മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ വട്ടത്തെ വേൾഡ് കപ്പ് കൊണ്ട് കളഞ്ഞ ടീമാ. അത് പോട്ടെ. കഴിവറ 26 റൺ കളഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചു കളി പോലും. കണ്ടോ ഹാർദിക്ക ടേണിംഗ് പോണ്ട് ക്ലാസ്സിനല്ലേ. വിളിച്ചിട്ട് പറയട്ടെ, ഇന്ത്യ ജയിച്ചത്. മെസ്സേജ് ശരിയാ, മെസ്സേജ് ചെയ്ത് ഇന്ത്യ ജയിച്ചത് മെസ്സേജ് ചെയ്തു. പൈസ വെച്ചാലോ? എന്താ ഇതിന്? അവര് കളിച്ച് കോടികളുണ്ടാകും. അവൻ കഷ്ടപ്പെടുന്ന പൈസ നിനക്ക് നാണമില്ലേ ചോദിക്കാതെ? കരയുന്നു കണ്ടോടാ. അപ്പോ കഷ്ടോടാ, അവനെല്ലാരും കൂടെ കളിയാക്കിയതോടാ, കാണടാ. ആണ്, ഞാനും കളിയാക്കിയായിരുന്നു കേട്ടോ. അത് കെട്ടിപ്പിടിക്കും. എല്ലാരും കരയുമായിരുന്നു. കപ്പ് കിട്ടി, പപ്പാനെ കുത്തി പൊക്കല്ലോ. വേണ്ട, നാളെ രാവിലെ ഇറങ്ങാൻ മതി. കപ്പ് കിട്ടി നോക്ക്, വല്ലവനും കപ്പടിച്ചവന് പൈസ കിട്ടും. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? അമ്മ രാജ്യമല്ലേ ജയിച്ചത്? രാജ്യം ജയിക്കണം എനിക്കുണ്ടാകും, അതിലേ ഞാൻ വരുന്നത്. എനിക്ക് കളി ഇത് എത്ര വർഷത്തെ കാത്തിരിപ്പാണ്, എത്ര വർഷത്തെ കാത്തിരിപ്പാ അമ്മ. അപ്പൊ ഇതിന്റെ പേരെന്തുവാ? രോഹിത് ഹാർദിക് പാണ്ഡ്യ. ഹാർദിക് പാണ്ഡ്യ. ഞാൻ ഇടയ്ക്ക് കുറ്റം പറഞ്ഞില്ല. പാവം പിടിച്ചവനാ. സഞ്ജു ഉണ്ട്, ടീമിലുണ്ടായിരുന്നു. അവിടെ പറയാലോ, ഒരു മലയാളി. അവനൊട്ടും കരഞ്ഞോണ്ട് പോവാ. അതാ ഒരു മലയാളി. കോഹ്ലിയുടെ ആദ്യത്തെ കപ്പാന്ന് തോന്നുന്നു ഇത്, 2020-യുടെ. ധോണിക്ക് ശേഷം കണ്ടടാ. രോഹിത്തിന്റെ കപ്പെന്ന് പറഞ്ഞു. രോഹിത്തിന്റെ സെക്കൻഡ് കപ്പാ. അവനാ ഫസ്റ്റ് ടൈം ഉണ്ടായിരുന്നല്ലോ. ക്യാപ്റ്റൻ. ഓക്കെ കണ്ടോ? ലോകിത്ത് വരെ കരഞ്ഞു. അടിപൊളി. അപ്പൊ കപ്പ് നമ്മൾ തൂക്കി. കപ്പ് അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് എന്താ പറയാനാ, ഇന്ത്യ ജയിച്ച അതിൽ ഒരുപാട് സന്തോഷം. ഞാൻ എത്ര നേരം കൊണ്ട് പ്രാർത്ഥിക്കുക, ഞാൻ ഈരലമ്മിക്ക് കടപ്പായസം പറ നേരത്തെ. നമുക്ക് എന്തോ കിട്ടാതെ എന്റെ പൈസയും പോയി അവര് അവരും കരയുന്ന കരയാതെ മക്കളെ. എന്തെങ്കിലും കപ്പ് കിട്ടി. എനിക്ക് എന്റെ രാജ്യം കപ്പ് കിട്ടി, ഇന്ത്യ കപ്പ് ഒരു കിട്ടി. മലയാളിയുള്ള T20 വേൾഡ് കപ്പ് നമ്മൾ ജയിച്ചിരിക്കുന്നു ഗൈസ്. അതുവരെ ഒരു മലയാളി പ്ലെയർ ഉള്ള T20 വേൾഡ് കപ്പ് ഫസ്റ്റ് മലയാളി പ്ലെയർ. അല്ല, എന്തോ ഫസ്റ്റ് മലയാളി പ്ലെയർ ആരാ? ശ്രീശാന്ത് പണ്ട് ക്യാച്ച് പിടിച്ച ഓർമ്മ കേട്ടോ മോനെ. അന്ന് നീ ജനിച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയത്തില്ല. എന്തോ കൂട്ടത്തില്ലെന്ന്. അവനുള്ള 2 വേൾഡ് കപ്പ് ഇന്ത്യ പോടാ, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അത് വേറെ കാര്യം. ശ്രീശാന്തിനെ വിട്ടുള്ള കളിയൊന്നും ഇല്ല ഇവിടെ ആരും. സഞ്ജുവിന് പിന്നെ ഗെയിം ടീമിലുണ്ടെന്നുള്ള ശരിയാണ്, പക്ഷെ പുള്ളിക്ക് എതിരെ കളിക്കാൻ പറ്റിയിട്ടില്ല. ഇല്ലല്ല, റൺ എടുക്കുവായിരുന്നു. ക്ലാസ് പൊളി കേട്ടോ. അപ്പൊ ഗൈസ്, ബൈ ബൈ.